വിദേശത്ത് പോയി ചോര നീരാക്കി അധ്വാനിക്കുന്ന പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ വേവലാതികളിൽ ഒന്ന് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? മാസം തോറും നാട്ടിലേക്ക് അയക്കുന്ന പണം അല്ലെങ്കിൽ NRI അക്കൗണ്ടുകളിലേക്ക് സൂക്ഷിക്കുന്ന നിക്ഷേപങ്ങൾ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച കാരണം കാലക്രമേണ കുറഞ്ഞു പോവുകയോ എന്നതാണ് ഭയം. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി രൂപയുടെ മൂല്യം ഡോളറിനും മറ്റ് ഗൾഫ് കറൻസികൾക്കും എതിരെ ഇടിയുന്നതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ നാട്ടിലെ ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ STP വഴിയോ SIP വഴിയോ നിക്ഷേപിച്ച് 12 മുതൽ 15% വരെ റിട്ടേൺ ഉണ്ടാക്കിയാലും രൂപയുടെ മൂല്യത്തകർച്ച കാരണം നിങ്ങളുടെ യഥാർത്ഥ ഡോളർ റിട്ടേൺ വീണ്ടും താഴേക്ക് പോകും. എന്നാൽ ഈ കറൻസി റിസ്ക് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തങ്ങളുടെ ദിർഹമോ റിയാലോ ഡോളറോ നേരിട്ട് ഉപയോഗിച്ച് ഇന്ത്യൻ വിപണിയുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ പ്രവാസികൾക്ക് അവസരമൊരുങ്ങിയിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ഫിനാൻഷ്യൽ ഹബ്ബായ ഗിഫ്റ്റ് സിറ്റി വഴിയുള്ള മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലൂടെയാണ്. ഇന്ന് നമ്മൾ ഇതിന്റെ സാമ്പത്തിക വശങ്ങളും ലാഭവും കൃത്യമായിട്ട് ഈ വീഡിയോയിലൂടെ വിലയിരുത്തുകയാണ്. എന്താണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ? ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെന്റർ ആണ് ഗിഫ്റ്റ് സിറ്റി. വിദേശത്ത് ജീവിക്കുന്ന NRIകൾക്കും അന്താരാഷ്ട്ര നിക്ഷേപകർക്കും ഇന്ത്യൻ നിക്ഷേപ മേഖലയിലേക്ക് കടന്നു വരാൻ വിദേശ കറൻസികളിൽ ഇടപാടുകൾ നടത്താൻ അനുമതി നൽകുന്ന ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയാണിത്. ഇന്ത്യയിലെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും RBIയും സെബിയും ചേർന്ന് രൂപീകരിച്ച IFSCA എന്ന പ്രത്യേക അതോറിറ്റിയാണ് ഗിഫ്റ്റ് സിറ്റിയിലെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഒരു സാധാരണ പ്രവാസി മലയാളി തങ്ങളുടെ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ട് വഴി ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതും ഗിഫ്റ്റ് സിറ്റി വഴി നിക്ഷേപിക്കുന്നതും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ വ്യത്യാസം കറൻസി റിസ്ക് തന്നെയാണ്. സാധാരണ രീതിയിൽ നിങ്ങൾ ഒരു ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ ഡോളറോ ദിർഹമോ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റപ്പെടും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഫണ്ട് വിറ്റ് വീണ്ടും പണം പിൻവലിക്കുമ്പോൾ അന്നത്തെ നിരക്കിൽ വിദേശ കറൻസിയിലേക്ക് മാറ്റണം. ഈ സമയത്ത് രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ നിങ്ങളുടെ മൊത്ത ലാഭത്തെ അത് സാരമായി ബാധിക്കും. എന്നാൽ ഗിഫ്റ്റ് സിറ്റി വഴി ലഭ്യമാക്കിയിട്ടുള്ള ഡോളർ ഡെമിനേറ്റഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിക്ഷേപിക്കുന്നത് ഡോളറിലാണ്. ഫണ്ടിന്റെ വളർച്ച അളക്കുന്നതും ഡോളറിലാണ്. വിറ്റുപണം തിരികെ എടുക്കുമ്പോൾ നിങ്ങളുടെ വിദേശ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതും ഡോളറിൽ തന്നെയായിരിക്കും. അതായത് രൂപയുടെ മൂല്യത്തകർച്ച നിങ്ങളുടെ നിക്ഷേപത്തെ ബാധിക്കുകയില്ല. രണ്ടാമത്തെ ഘടകം നികുതി ആനുകൂല്യങ്ങളും TDS ഇളവുകളുമാണ്. സാധാരണ NRI അല്ലെങ്കിൽ NRO അക്കൗണ്ടുകൾ വഴി ഇന്ത്യൻ ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിച്ച് ലാഭമുണ്ടാക്കുമ്പോൾ വലിയ തോതിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തന്നെ TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പിടിച്ചെടുക്കാറുണ്ട്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് എന്നിവയ്ക്കായി ഉയർന്ന നിരക്കിൽ പണം മുറിഞ്ഞു പോകുന്നത് NRIകളുടെ പരാതിയാണ്. എന്നാൽ ഗിഫ്റ്റ് സിറ്റി FSC ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഫണ്ടുകളിൽ വിദേശ നിക്ഷേപകർക്ക് ഒട്ടേറെ നികുതി ഇളവുകളും ലഭ്യമാണ്. പ്രവാസികൾക്ക് തങ്ങളുടെ ബാധ്യതകൾ കുറച്ചുകൊണ്ട് കൂടുതൽ തുക കോമ്പൗണ്ടിങ്ങിനായി വിനിയോഗിക്കാൻ ഇത് സഹായിക്കും. മൂന്നാമത്തെ കാര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഇന്ത്യയിലെ മുൻനിര ഫണ്ട് ഹൗസുകളായ SBI മ്യൂച്വൽ ഫണ്ട്, HDFC, ICICI പ്രുഡൻഷ്യൽ, ആക്സിഡന്റ് കൊട്ടക് തുടങ്ങിയ പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റിയിൽ തങ്ങളുടെ അന്താരാഷ്ട്ര ഓഫീസുകൾ തുറന്ന് NRIകൾക്കായി പ്രത്യേക ഡോളർ ഫണ്ടുകൾ പുറത്തിറക്കുന്നുണ്ട്. ഇന്ത്യ ടോപ്പ് 50 കമ്പനികൾ നിക്ഷേപിക്കുന്ന ലാർജ് ക്യാപ് ഫണ്ടുകൾ, ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ എന്നിവയിലെല്ലാം ഡോളർ രൂപത്തിൽ നിക്ഷേപിക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്. ഇനി പ്രവാസികൾക്ക് ഇത് എങ്ങനെ ആരംഭിക്കാമെന്ന് നമുക്ക് നോക്കാം. മുൻപ് ഉയർന്ന നിക്ഷേപ തുക ആവശ്യമായിരുന്ന ഗിഫ്റ്റ് സിറ്റി ഡോളർ ഫണ്ടുകളിൽ ഇപ്പോൾ പ്രവാസികൾക്ക് ലളിതമായ രീതിയിൽ നിക്ഷേപം നടത്താൻ സാധിക്കും. നിങ്ങൾ UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലെ ഡോളർ അല്ലെങ്കിൽ പ്രാദേശിക കറൻസി തുകകൾ നേരിട്ട് ഗിഫ്റ്റ് സിറ്റിയിലെ IFSC ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നിക്ഷേപം ആരംഭിക്കാം. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ NRIകൾക്ക് തങ്ങളുടെ കൈവശമുള്ള സമ്പാദ്യത്തിന് സുരക്ഷിതമായ ഒരു അന്താരാഷ്ട്ര നിക്ഷേപ താവളം ഒരുക്കാൻ ഇതിലൂടെ സാധിക്കും. നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ ഒരു ഭാഗം ഡോളർ അസറ്റുകളായും മറ്റൊരു ഭാഗം റുപ്പി അസറ്റുകളായും വീതിച്ചു നൽകുന്നത് ദീർഘകാലയളവിൽ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കും. സ്വന്തം റിസ്ക് ശേഷിയും സാമ്പത്തിക ലക്ഷ്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് ലൈസൻസ് ഉള്ള വെൽത്ത് ഉപദേശകരുമായി സംസാരിച്ച് പ്രവാസികൾ ഗിഫ്റ്റ് സിറ്റിയുടെ സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക. Yeah.